Dear students, 10th ക്ലാസ്സിലെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ലാസ്റ്റ് എക്സസൈസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് പേജ് നമ്പർ 36 ക്വസ്റ്റ്യൻ നമ്പർ 8 നമുക്ക് തന്നിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ, റൈറ്റ് ഹാൻഡ് ട്രയാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് നമ്പേഴ്സ് വന്നിരിക്കുന്നത്. നമ്പേഴ്സ് 1 2 3 4 5 6 7 8 9 10 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിലൊരു പ്രത്യേകതയുണ്ട്. ഫസ്റ്റ് ലൈനിൽ 1 മാത്രം, സെക്കൻഡ് ലൈനിൽ 2 നമ്പേഴ്സ് ഉണ്ട്, തേർഡ് ലൈനിൽ നോക്കുമ്പോൾ 4 5 6 3 നമ്പേഴ്സ് ഉണ്ട്, ഫോർത്ത് ലൈനിൽ 7 8 9 10 അങ്ങനെ 4 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു പാറ്റേൺ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ് ഓഫ് ദി പാറ്റേൺ എബവ്. അപ്പോൾ ഈ പാറ്റേണിൽ നെക്സ്റ്റ് 2 ലൈൻസ് എഴുതണം. In the same way, second question, write the first and the last numbers of the 10th line. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നമ്പേഴ്സ് എഴുതി മുമ്പോട്ട് പോയാൽ 10th ലൈൻ്റെ ഫസ്റ്റും ലാസ്റ്റും വരുന്ന നമ്പേഴ്സ് എഴുതണം. ആൻഡ് ദെൻ ഫൈൻഡ് ദ സം ഓഫ് ഓൾ നമ്പേഴ്സ് ഇൻ ദി ഫസ്റ്റ് 10 ലൈൻസ്. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ് ഓഫ് ദി പാറ്റേൺ എബവ്. അപ്പോൾ ഗിവൺ ലൈൻസിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 10 വരെയാണ് നമ്പേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ 1 2 3 4 നമ്പേഴ്സ് ഉണ്ട്. തേർഡ് ലൈനിൽ 3 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം നെക്സ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ 5th ലൈനാണ്. 5th ലൈൻ, അപ്പോൾ ഇത് 5th ലൈൻ, ഇത് ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ. ഫോർത്ത് ലൈനിൽ 4 നമ്പേഴ്സ് ഉണ്ട്, 5th ലൈനിൽ 5 നമ്പേഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. 10 കഴിഞ്ഞു, നമുക്ക് വരുന്ന ആൻസേഴ്സ് ഏത് രീതിയിലാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ സീക്വൻസ് നമുക്കറിയാം. 1 2 3 4 5 6 7 8 9 10 ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ നെക്സ്റ്റ് 2 ലൈൻസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് 2 ലൈൻസ് എന്ന് പറയുന്നത് 11 12 13 14 15 then 16 17 18 19 20 21 ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ നമ്മൾ 4th 5th ലൈൻസ് ആഡ് ചെയ്തു. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലൈൻസ് എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ഓഫ് ദി 10th ലൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ലൈൻ, അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് ലൈൻ ലാസ്റ്റ് നമ്പർ. ഫസ്റ്റ് ലൈനിലെ ലാസ്റ്റ് നമ്പർ ഏതാണ്? ലാസ്റ്റ് ലൈനിൽ ആകെപ്പാടെ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് നമ്പറും 1 തന്നെ. ഇനി സെക്കൻഡ് ലൈൻ നമ്മൾ നോക്കിയാൽ ലാസ്റ്റ് നമ്പർ ഏതാണ്? ലാസ്റ്റ് നമ്പർ സെക്കൻഡ് ലൈനിൽ നമുക്കറിയാം 3 ആണ്. ഇനി വീണ്ടും നമുക്ക് നോക്കാം തേർഡ് ലൈനിലെ ലാസ്റ്റ് നമ്പർ നമുക്ക് വന്നിരിക്കുന്നത് 4 5 6. അപ്പോൾ ലാസ്റ്റ് നമ്പർ വന്നിരിക്കുന്നത് 6 ആണ്. ഇനി ഫോർത്ത് ലൈനിലെയും കൂടി നമുക്ക് എഴുതാം. ഫോർത്ത് ലൈനിലെ ലാസ്റ്റ് നമ്പർ, ദാറ്റ് മീൻസ് ഫോർത്ത് ലൈനിലെ ലാസ്റ്റ് നമ്പർ 7 8 9 10 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഓരോ സീക്വൻസിൽ നമുക്ക് വന്നിരിക്കുന്ന സീക്വൻസിലെ ലാസ്റ്റ് പൊസിഷൻസ് ഞാൻ എടുത്തത് നമുക്ക് ലാസ്റ്റ് ടേം 10th ലൈനിൻ്റെ ലാസ്റ്റ് നമ്പർ വേണം. അതുകൊണ്ട് ഞാൻ ഓരോ ലൈനിലെയും ലാസ്റ്റ് നമ്പർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കി. ഫസ്റ്റ് ലൈൻ എടുത്തപ്പോൾ ലാസ്റ്റ് നമ്പർ 1 ആണ്. സെക്കൻഡ് ലൈനിൽ ലാസ്റ്റ് നമ്പർ 3 ആണ്. ഈ 3ക്ക് നമ്മുടെ ഈ സീക്വൻസിനെ വേണമെങ്കിൽ നമുക്ക് നേരെ സാധാരണ രീതിയിൽ എഴുതുന്ന പോലെ എഴുതാം. ദാറ്റ് മീൻസ് 1 2 3 4 അങ്ങനെ തുടർച്ചയായിട്ട് എഴുതി കഴിഞ്ഞാൽ അവയുടെ പൊസിഷൻ നമ്മൾ നോക്കുവാണ്. ലാസ്റ്റ് നമ്പറായ 3 തേർഡ് പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ? തേർഡ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ഒപ്പം 3 എന്നുള്ളതിനെ നമുക്ക് 1 + 2 എന്ന് വേണമെങ്കിൽ എഴുതാം. സെക്കൻഡ് ലൈനിൽ വന്നപ്പോൾ 1 + 2 = 3 എന്ന് നമ്മൾ എഴുതി. ഇനി തേർഡ് ലൈനിൻ്റെ ലാസ്റ്റ് നമ്പർ 6 ആണ്. 6നെ ഞാൻ വേറൊരു രീതിയിൽ ഞാൻ റീപ്ലേസ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് 6 ഈസ് സെയിം ആസ് 1 + 2 + 3. തേർഡ് ലൈനിലാണ് 1 + 2 + 3. ഇനി 10 കിട്ടാൻ എന്താണ് വഴി? ഫോർത്ത് ലൈനിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 10 ആണ്. 10 ഈസ് സെയിം ആസ്, അപ്പോൾ നമ്മൾ നോക്കാം. സെക്കൻഡ് ലൈൻ ആയിരുന്നപ്പോൾ ഞാൻ 1ഉം 2ഉം എടുത്തു. തേർഡ് ലൈൻ ആയിരുന്നപ്പോൾ ഞാൻ 1ഉം 2ഉം 3ഉം എടുത്തു.
ഫോർത്ത് ലൈൻ ആയപ്പോൾ 1 + 2 + 3 + 4 ഇത് 10 ആണോ? 1 + 2 3, 3 + 3 6, 6 + 4 10. അപ്പോൾ 4 നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്ത് ഞാൻ പ്ലസ് ചെയ്തപ്പോൾ എനിക്ക് 10 കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? ഓരോ ലൈൻ ഇപ്പോൾ 5th ലൈൻ ആണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ നോക്കുക, ഇതിനകത്ത് 5th ലൈൻ ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട് 5th ലൈനിലെ ലാസ്റ്റ് നമ്പർ. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. 5th ലൈനിലെ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ആക്ച്വലി ഇവർ പറഞ്ഞതനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എക്സ്പ്ലനേഷൻ അനുസരിച്ച് 5th ലൈൻ ആണെങ്കിൽ 1 + 2 + 3 + 4 + 5 ആയിരിക്കണം. ഫസ്റ്റ് 5 നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് അവയുടെ സം. അപ്പോൾ ഈ ഒരു സം നമുക്ക് എത്രയാണ് കിട്ടുന്നത്? നമ്മൾ കൂട്ടി നോക്കിയാൽ നമുക്ക് 15 കിട്ടും. ഇനി നമുക്ക് നോക്കാം നമ്മുടെ 5th ലൈനിലെ ലാസ്റ്റ് നമ്പർ. നോക്കിക്കേ, 5th ലൈനിലെ ലാസ്റ്റ് നമ്പർ 15 ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ജനറലായിട്ട് പറയാം, ദ ലാസ്റ്റ് നമ്പർ, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് നമ്പർ ഇൻ ഈച്ച് ലൈൻ, last number in each line is equal to the sum of the corresponding natural number. which obtained from the position or line number, from the line number. അപ്പോൾ ഏത് ലൈനിലെ ലാസ്റ്റ് നമ്പർ ആണോ നമുക്ക് ആവശ്യം അത്രയും നാച്ചുറൽ നമ്പേഴ്സ് എടുത്ത് പ്ലസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആ നമ്പറായിരിക്കും ആ ലൈനിലെ ലാസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. ആ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ വിളിച്ചത് ഫസ്റ്റ് ലൈനിലെ ലാസ്റ്റ് നമ്പർ 1, സെക്കൻഡ് ലൈനിലെ ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അത് 3 ആണ്. 3 കിട്ടിയത് സെക്കൻഡ് ലൈൻ ആയതുകൊണ്ട് 1ഉം 2ഉം ആഡ് ചെയ്തു. തേർഡ് ലൈൻ എടുക്കുമ്പോൾ 1 2 3 ആഡ് ചെയ്യുക, 6 കിട്ടി ആ ഒരു പൊസിഷൻ. ഫോർത്ത് ലൈനിലാകുമ്പോൾ 1 + 2 + 3 + 4 10 ആണ്. അപ്പോൾ 10th പൊസിഷനുമാണ്. 10th പൊസിഷനിൽ നമ്പർ 10 വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറലായിട്ട് പറയാം. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ളത് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞ 10th ലൈനാണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 10th ലൈൻ ലാസ്റ്റ് നമ്പർ ഓർ ലാസ്റ്റ് നമ്പർ ഓഫ് 10th ലൈൻ എന്ന് വേണേൽ ചോദിക്കാം. 10th ലൈൻ ലാസ്റ്റ് നമ്പർ. അപ്പോൾ 10th ലൈൻ ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 1 + 2 + 3 + etc. + 9 + 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എഴുതി പ്ലസ് ചെയ്യണം. ഇത് നമ്മൾക്ക് പഠിച്ചിരിക്കുന്നത് n × n+1/2 n എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേറെ n = 10. അപ്പം നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു S10 S10 നമ്മൾ പറയുന്നത് 10 × 10+1/2. 10 × 10+1/2 എന്ന് പറയുമ്പോൾ നമുക്ക് 10ഉം 5ഉം ക്യാൻസൽ ചെയ്ത് 5 എഴുതി, 5 × 11 എഴുതി, ദാറ്റ് ഈസ് 55 എന്ന രീതിയിൽ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. സോ ദിസ് 10th ലൈൻ, ദിസ് ഇസ് ദ ലാസ്റ്റ് നമ്പർ ഓഫ് 10th ലൈൻ. അപ്പോൾ നമുക്ക് ആ ഒരു ലാസ്റ്റ് നമ്പർ കിട്ടി. ഇനി നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് നമ്പർ ഓഫ് 10th ലൈൻ. അപ്പോൾ ലാസ്റ്റ് നമ്പർ നമുക്ക് കിട്ടി 55 കിട്ടി. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, നമ്മുടെ സീക്വൻസിൽ 10th ലൈനിൽ 10 ടേംസ് ഉണ്ട് ടോട്ടൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ലൈനിൽ 1 ടേം, സെക്കൻഡ് ലൈനിൽ 2 ടേംസ്, തേർഡ് ലൈനിൽ 3 ടേംസ്. അങ്ങനെ നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ 10th ലൈനിൽ 10 ടേംസ് ഉണ്ടാവും. 10th ടേം അതിലെ ലാസ്റ്റ് നമ്പറാണ് നമ്മുടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് 55. അപ്പോൾ ഇതിലെ ഫസ്റ്റ് നമ്പർ ഏതാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് പറയാം ഈ ലാസ്റ്റ് നമ്പറിൽ നിന്ന് എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. ടോട്ടൽ 10 ടേംസ് ഉണ്ട്. അപ്പോൾ 10ൽ നിന്ന് നമ്മൾ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ 10 - 9 അല്ലേ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നു 9 ടൈംസ് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക. സോ 9 ടൈംസ് D, 9 ഈസ് സെയിം ആസ് 10 - 1 ആണ് ഈക്വൽ ടു 9 ടൈംസ് എന്ന രീതിയിൽ കിട്ടും.
അപ്പോൾ ഡി ഈ സീക്വൻസിൽ നമുക്കിപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സീക്വൻസ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 1 2 3 4 ആണ്. 1 2 3 4 എന്ന സീക്വൻസാണ്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പം നമുക്ക് ഈ രീതിയിൽ മൈനസ് ചെയ്യാം. 55 മൈനസ് 9 കോമൺ ഡിഫറൻസ് ഈസ് 1. 55 മൈനസ് 9 ഈസ് ഈക്വൽ ടു 46 എന്ന രീതിയിൽ നമുക്ക് ടേംസ് കിട്ടി. അപ്പോൾ ലാസ്റ്റ് നമ്പറും കിട്ടി, ഫസ്റ്റ് നമ്പറും കിട്ടി. ഇനി നമുക്ക് ഒരു പാർട്ടും കൂടി ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. തേർഡ് പാർട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ സം ഓഫ് ഓൾ terms or the numbers in the first 10 lines. അപ്പോൾ ഈ 10 ലൈൻസിലുമുള്ള എല്ലാ നമ്പറും എടുത്ത് പ്ലസ് ചെയ്യണം. അപ്പോൾ സം ഓഫ് ഓൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സം ഓഫ് ഓൾ നമ്പേഴ്സ് ഇൻ ദി ഫസ്റ്റ് 10 ലൈൻസ് ഈസ് 10 എന്ന് നമുക്ക് കൊടുക്കാം. 10/2 ഇൻറ്റു 10/2 ഇൻറ്റു നമുക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കതിനെ ഒരു നൊട്ടേഷനായിട്ട് എഴുതി നോക്കാം. അപ്പോൾ SN എന്ന് പറഞ്ഞാൽ 1 തൊട്ട് നിങ്ങൾക്കറിയാലോ 55 വരെയുള്ള നമ്പറാണ്. 1 + 2 + 3 ഇത് പ്ലസ് ചെയ്ത് പോയി 50. നമുക്ക് വേണ്ടത് 55 വരെയുള്ള നമ്പേഴ്സാണ്. കാരണം 10th ലൈൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 55 ആണ് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ ഒരു രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ സം നമ്മൾ കാണാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ n × n+1/2 എന്ന ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ 55 × 55 + 1/2. ദാറ്റ് ഈസ് വി ഗോട്ട് ദ ആൻസർ 55 × 56/2. ഇത് നമ്മൾ കാൽക്കുലേഷൻ നടത്തുക. ഫസ്റ്റ് നമുക്ക് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ക്യാൻസൽ ചെയ്യാം. 28 × 2 ആണ് 56. അപ്പോൾ 55 × 28 നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1540 എന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കേ.